السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. يا رحمة الله إني مفلس عاني. يا رحمة الله إني خائف وجلو. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സ്വലാത്തുൽ ഫാത്തിഹ് ജൽസയിലെ സ്വലാത്തു ചൊല്ലി അറിയിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു തആല നാം ചൊല്ലുന്ന സ്വലാത്തുകളും നമ്മുടെ മറ്റുള്ള സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മഹബ്ബത്തും ഒരു അടുപ്പവും വർദ്ധിക്കാൻ നമ്മുടെ ഈ സംഗമം അല്ലാഹു ഒരു കാരണമാക്കി തരട്ടെ. അൽഹംദുലില്ലാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുവത്വകാലത്ത് 25-ാം വയസ്സിൽ നടന്ന ആദ്യ വിവാഹത്തെ പറ്റിയാണ് നാം ഇന്നലെ ചർച്ച ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാ 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് അവിടുത്തെ ജീവിതത്തിലെ 35-ാം വയസ്സിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ബിനാ ഉൽ കഅബ, കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണം. ആ പുനർനിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിഷയങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. قال الله تعالى إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. മക്കയിലെ യഹൂദികൾ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളാണല്ലോ. അവർ പറഞ്ഞു നടന്നു, ഞങ്ങൾ മുന്നിടുന്ന ഇബാദത്തിൻ്റെ കേന്ദ്രം മസ്ജിദുൽ അഖ്സയാണ്, അതാണ് ഏറ്റവും മഹത്വമുള്ള പടച്ച തമ്പുരാൻ്റെ ഭവനം, അതാണ് ആദ്യമായി ഭൂമി ലോകത്ത് ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത് എന്നിങ്ങനെ കഅബാലയത്തിനെ നിസാരപ്പെടുത്തി ബൈത്തുൽ മുഖദ്ദസിനെ അതിനേക്കാളും പവിത്രമുള്ളതാക്കിയപ്പോൾ ആ യഹൂദികൾക്ക് മറുപടിയായിട്ടാണ് അല്ലാഹു തആല ആയത്ത് അവതരിപ്പിക്കുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ്. മനുഷ്യകുലത്തിന് വേണ്ടി ഇബാദത്തിൻ്റെ സംവിധാനമായി അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് വെച്ചിരിക്കുന്ന ആദ്യത്തെ ഭവനം ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ലല്ലദീ ബിബക്ക, ബക്ക എന്നത് മക്കയുടെ വേറെ ഒരു നാമമാണ്. അത് ബക്കയിലുള്ള, അതായത് മക്കയിലുള്ള കഅബാലയമാണ്. മുബാറക്കൻ, ആ മക്കയിലുള്ള കഅബാലയം തന്നെ വലിയ അനുഗ്രഹ കേന്ദ്രമാണ്. വഹുദൽ ലിൽ ആലമീൻ, ലോക ജനങ്ങൾക്ക് മുഴുവനും കഅബാലയം സന്മാർഗമാണ്. കാരണം അവരുടെ നമസ്കാരങ്ങളിൽ അവർ നെഞ്ഞുതിരിക്കുന്നത് ആ കഅബാലയത്തിലേക്കാണ്. ആ കഅബാലയത്തിൻ്റെ പരിസരത്താണ് അവർ വർഷം തോറും ഹജ്ജും പുറമേ ഉംറയും ചെയ്യുന്നത്, തവാഫ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതർത്ഥത്തിലും വലിയ പവിത്രത, വലിയ സ്ഥാനമാനം, ആദ്യമായി ലോകത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം കഅബാലയം തന്നെയാണ്. ആരാണ് ആദ്യമായി കഅബാലയം നിർമ്മിച്ചത്? ബനഹു അവ്വലൻ മലായികത്തുല്ലാഹി ഫിൽ അർള് തിംസാലൽ ബൈത്തുൽ മഅമൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പട്ടാളമല്ലേ മാലാഖമാർ, അവരാണ് ആദ്യമായിട്ട് ഭൂമിയിൽ കഅബാലയം നിർമ്മിക്കുന്നത്. കഅബാലയത്തിനൊരു പ്രത്യേകതയുണ്ട്, തിംസാലൽ ബൈത്തുൽ മഅമൂർ. ഭൂമിയിലുള്ള അതേ കഅബാലയത്തിൻ്റെ സൂത്രത്തിൽ ഏഴാനാകാശങ്ങൾക്കപ്പുറത്ത് അല്ലാഹു തആല മലാഖമാർക്ക് ഇബാദത്ത് ചെയ്യാൻ, തവാഫ് ചെയ്യാൻ ബൈത്തുൽ മഅമൂർ എന്ന ഒരു ഭവനം നിർമ്മിച്ചിരുന്നു. അങ്ങനെ ആ ബൈത്തുൽ മഅമൂറിലേക്ക് ഒരു ദിവസം തന്നെ എണ്ണമറ്റ മാലാഖമാർ കയറി ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് എന്നാണ് ചരിത്രഗ്രന്ഥങ്ങളിലുള്ളത്. എന്നാൽ ആ ഏഴാനാകാശങ്ങൾക്കപ്പുറത്തുള്ള ബൈത്തുൽ മഅമൂറിൻ്റെ സൂത്രത്തിൽ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതാണ് കഅബാലയം. ലിയതൂഫഹു മൻ ഫിൽ അർള്. ഭൂമിയിലുള്ള ജനങ്ങൾ കഅബാലയത്തെ വലയം ചെയ്യണം. ഏതുപോലെ? കമാ യതൂഫു അഹ്ലുസ് സമാഇ ബിൽ ബൈത്തുൽ മഅമൂർ. കഅബാലയത്തിൻ്റെ സൂത്രത്തിൽ
ഏഴാനാകാശങ്ങൾക്കപ്പുറത്ത് അല്ലാഹു നിർമ്മിച്ച ബൈത്തുൽ മഅ്മൂറിനെ ആകാശത്തിൻ്റെ ഉടമസ്ഥരായ മാലാകമാർ വലയം ചെയ്യും പോലെ, തവാഫ് ചെയ്യും പോലെ ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ അടിമകൾക്ക് തവാഫ് ചെയ്യാൻ, ഇബാദത്തെടുക്കാൻ അള്ളാഹു സജ്ജീകരിച്ച പരിശുദ്ധ ഭവനമാണ് കഅബാലയം. അങ്ങനെ ആദ്യമായി മാലാകമാരാണ് കഅബാലയം നിർമ്മിക്കുന്നത്. സുമ്മ ബനാഹു ആദമു സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലാകമാരുടെ നിർമ്മാണ ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് രണ്ടാമതായി കഅബാലയം പുനർനിർമ്മിക്കുന്നത്. വതാഫ ബിഹി ബിഅംരില്ലാഹി സുബ്ഹാനഹു വതആല. അതിന് പുറമെ ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബാലയം തവാഫ് ചെയ്യുകയും ചെയ്തു. വഖീല ലഹു. തവാഫ് ചെയ്തപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയപ്പെട്ടു, അന്ത അവ്വലുന്നാസി വഹാദാ അവ്വലു ബൈത്ത്. ആദം നബിയെ, നിങ്ങൾ മനുഷ്യകുലത്തിലെ ആദ്യത്തെ മെമ്പറാണ്. വഹാദാ അവ്വലു ബൈത്ത്. നിങ്ങൾ തവാഫ് ചെയ്ത, വലയം ചെയ്ത ഭവനമോ ഭൂമി ലോകത്ത് മനുഷ്യനിക്ക് ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനവുമാണ്. സുമ്മ ത്വാഫ ബിഹിൽ അംബിയാ ഉബാദ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരും കഅബാലയം തവാഫ് ചെയ്തിട്ടുണ്ട്. സുമ്മസ്തതമ്മ ബിനാഅഹു ഇബ്രാഹിം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലശേഷം വന്ന പ്രവാചകനല്ലേ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തുണ്ടായ ജലപ്രളയത്തിൽ കഅബാലയം അങ്ങ് പൂർണ്ണമായി തകർന്നുപോയി. ശേഷം കഅബാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം നിർമ്മിച്ചു. ആ നിർമ്മാണത്തെ, അവർ ചെയ്ത ആ വലിയ സുഹൃതത്തെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ. ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബാലയത്തിൻ്റെ തൂണുകൾ നിർമ്മിച്ച് അങ്ങ് ഉയർത്തുമ്പോൾ അവർ രണ്ടാളും പറഞ്ഞല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ ഞങ്ങൾ ചെയ്യുന്ന ഈ നല്ല കാര്യം സ്വീകരിക്കണേ അല്ലാ. നീ കേൾക്കുന്നവനും അറിയുന്നവനുമായ രാജാവാണ്. അങ്ങനെ രണ്ടുപേരും ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നമ്മൾ ആലോചിക്കണം, മഹാന്മാരായ അമ്പിയാക്കന്മാരാണ് ഈ സുഹൃതം ചെയ്തത്. അമ്പിയാക്കന്മാർ ചെയ്ത സൽക്കർമ്മം അല്ലാഹു തആല തള്ളിക്കളയുമോ? ഇല്ല. എന്നാലോ അവർ ചെയ്ത സുഹൃതമോ ലോകത്ത് വരാനിരിക്കുന്ന സർവ്വജനങ്ങൾക്കും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ല മഹാന്മാര് ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഭവനം നിർമ്മിച്ചു പോലും അവർ അല്ലാഹു തആല വേണമെങ്കിൽ സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടാവും എന്നൊന്നും ധരിച്ചിട്ട് അവർ നിർമ്മാണം നിർത്തിയിട്ട് പോയില്ല. മറിച്ച് അവർ രണ്ടുപേരും നിർമ്മാണം പൂർത്തിയായപ്പോൾ അള്ളാഹിനോട് പറയാ, പടച്ചോനെ നീ സ്വീകരിക്കണം. നമ്മളൊക്കെ അത് ചെയ്യണം. ഏതൊരു ചെറിയ സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും, നമ്മൾ സ്വലാത്തിലാണെങ്കിലും ഖുർആൻ ഓതുകയാണെങ്കിലും, ഏത് നന്മ ചെയ്യുമ്പോഴും നമ്മൾ ഉടനെ തന്നെ ദുആ ചെയ്യണം, റബ്ബനാ തഖബ്ബൽ മിന്നാ. അള്ളാഹു സ്വീകരിക്കണ്ടേ, നമ്മൾ ചെയ്തത് കൊണ്ടായില്ലല്ലോ. അള്ളാഹു തആല ചെയ്തു എന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കൂല. കാരണം സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രതിഫലം തരുന്നത് അള്ളാഹുവിനിക്ക് നിർബന്ധമില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. പ്രതിഫലം തന്നാൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യം, തന്നില്ലെങ്കിലോ ആരോടും പരാതിപ്പെടാനില്ല. അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും മഹാന്മാരായ അമ്പിയാക്കന്മാർ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നമുക്ക് പഠിപ്പിച്ചതുപോലെ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ദുആ നമ്മൾ ചെയ്യണം. ഇആനത്തു ത്വാലിബീനിൽ ദുആ നിർത്തുമ്പോൾ പ്രത്യേകം റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്ത് ദുആ അവസാനിപ്പിക്കുന്നത്, ഏത് പ്രാർത്ഥനയും അവസാനിപ്പിക്കുന്നത് സുന്നത്താണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. റഫഅ ഇബ്രാഹീം വ ഇസ്മാഈൽ അലൈഹിമസ്സലാം ഖവാഇദൽ ബൈത്തി തിസ്അ ദുറുഅ. ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബാലയത്തിൻ്റെ തൂണുകൾക്ക് 9 മുഴം പൊക്കമാണ് വെച്ചത്.
9 മുഴം പൊക്കത്തിലാണ് അവർ രണ്ടാളും കഅബാലയത്തിൻ്റെ തൂണുകളെ നിർമ്മിച്ചത്. ഫബഖിയത് അലാ ഹൈഅതിഹാ ഇലാ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിർമ്മാണ ശേഷം കഅബാലയത്തിൻ്റെ തൂണുകളുടെ ഉയരം 9 മുഴം തന്നെയായി നബിതങ്ങളുടെ കാലഘട്ടം വരെ തുടർന്നു. പക്ഷേ ഫഅസാബഹാ ഹരീഖുൻ ഔഖനഹാ സുമ്മ സൈലുൻ സദഅഹാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടമായപ്പോൾ കഅബാലയത്തിലേക്ക് അങ്ങ് തീ പടർന്നു. കഅബാലയത്തെ തീയങ്ങ് നിസാരപ്പെടുത്തി കത്തിക്കരിച്ചു. പുറമേ മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലു കാരണവും കഅബാലയം അങ്ങ് തകർന്നുപോയി, നാമാവശേഷമായി പോയി. കഅബാലയം പുനർനിർമ്മാണത്തിലേക്ക് ആവശ്യമായി വരികയാണ്. അങ്ങനെ കഅബാലയത്തിൻ്റെ നിർമ്മാണം ആ കാലഘട്ടത്ത് നടത്താനുള്ളത് നബിതങ്ങളുടെ തറവാട്ടുകാരാകുന്ന ഖുറൈശികളാണ്. കാരണം അവർ ഇബ്രാഹിം നബിയുടെ പരമ്പരയിലാണ്, അവരാണ് കഅബാലയത്തിൻ്റെ ഹാദിമീങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ കഅബാലയത്തെ പുനർനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. കാരണം കഅബാലയം കത്തിക്കരിഞ്ഞ് മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് തകർന്നിരിക്കുകയാണ്. ഫഅറാദത്ത് ഖുറൈശുൻ ഹദ്മഹാ. ഖുറൈശികൾ അതാ തകർന്നുപോയ കഅബാലയത്തെ പൂർണ്ണമായി അങ്ങ് തകർത്ത് പാടെ നശിപ്പിച്ചുകൊണ്ട് ലിഇആദത്തി ബിനാഇഹാ, രണ്ടാമതൊരു പുതിയ കഅബാലയം ഇബ്രാഹിം നബിയുടെ അടിത്തറയിൽ തന്നെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വഅഅദ്ദൂ ലിദാലിക നഫഖത്തൻ ലൈസ ഫീഹാ റിബൻ വലാ മഗ്റബഗിൻ വലാ മദ്ലിമത അഹദിൻ മിനന്നാസ്. അങ്ങനെ കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അവർ പിരിവ് നടത്തി, സംഭാവന സ്വീകരിച്ചു. പക്ഷേ ആ സംഭാവന സ്വീകരിക്കുമ്പോൾ അവരൊരു നിബന്ധന വെച്ചിരുന്നു. എന്താണ് നിബന്ധന? ലൈസ ഫീഹാ റിബൻ, പലിശ പൈസ ഒരിക്കലും പലിശയുമായി ബന്ധപ്പെട്ട് അതേ കിട്ടിയ നയാ പൈസ ഒരിക്കലും കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഫണ്ടിലേക്ക് സംഭാവനയായി തരാൻ പാടില്ല, സ്വീകരിക്കുന്നതല്ല. വലാ മഹ്റബഗിൻ, അക്കാലഘട്ടത്ത് ധാരാളം സെക്സ് റാക്കറ്റുകൾ ഉണ്ടായിരുന്നു. അടിമപ്പെണ്ണുങ്ങളെ, സുന്ദരികളായ അടിമപ്പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് വലിയ വലിയ മുതലാളിമാർ ആവശ്യക്കാർക്ക് കാഴ്ചവെച്ചു കൊടുക്കും. അങ്ങനെ യഥാ സെക്സ് റാക്കറ്റ് നടത്തി സമ്പാദ്യമുണ്ടാക്കിയവരുണ്ട്. ആ കിട്ടുന്ന ക്യാഷ് ഒരിക്കലും കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. വലാ മദ്ലിമത അഹദിൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒരാളോട് അക്രമം ചെയ്തുകൊണ്ട് അവനെ ഇഷ്ടമില്ലാത്ത നിലക്ക് തട്ടിപ്പറിച്ചതോ കട്ടെടുത്തതോ അന്യൻ്റെ സ്വത്ത് കൊള്ളയടിച്ചതോ തുടങ്ങിയ ഒരു അനധികൃത സ്വത്തും ഒരു ഉടമസ്ഥൻ്റെ സമ്മതമില്ലാത്ത സ്വത്തും കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണ ഫണ്ടിലേക്ക് നൽകാൻ പാടില്ല. ഇങ്ങനെ 3 ഡിമാൻഡായിരുന്നു. ഒന്ന്, പലിശ പൈസ നൽകാൻ പാടില്ല. സെക്സ് റാക്കറ്റ് നടത്തിയിട്ട് കിട്ടുന്ന സമ്പാദ്യം നൽകാൻ പാടില്ല. ആരോടും അനധികൃതമായിട്ട് പിടിച്ചെടുത്ത സമ്പത്ത് അതും കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണ ഫണ്ടിലേക്ക് നൽകാൻ പാടില്ല. ഈ 3 ഡിമാൻഡോടുകൂടെ ഖുറൈശികൾ ഒരു ഫണ്ട് അങ്ങ് ശേഖരിക്കാൻ തുടങ്ങി, സംഭാവന സ്വീകരിക്കാൻ തുടങ്ങി, പിരിവ് തുടങ്ങി. ഫസാദു ഫീഹാ തിസ്അ അദ്റുഇൻ, അങ്ങനെ സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഫണ്ട് ശേഖരണം നടത്തി അവരതാ കഅബാലയത്തിൻ്റെ നിർമ്മാണം നടത്തിയപ്പോൾ ആ കഅബാലയത്തിന് അവരുടെ വക ഒരു 9 മുഴം കൂടി അങ്ങ് കൂട്ടിക്കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 7 മുഴം പൊക്കത്തിലായിരുന്നു കഅബാലയത്തിൻ്റെ പടവുകൾ, കഅബാലയത്തിൻ്റെ തൂണുകൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ അതിന് പുറമെ ഒരു 9 മുഴവും കൂടി ഖുറൈശികൾ അവരുടെ നിർമ്മാണ സമയത്ത് അവരങ്ങ് കൂട്ടിക്കൊടുത്തു. ഹത്താ സാറ ഇർതിഫാഉഹാ 18 ദിറാഅ. അങ്ങനെ 9ഉം 7ഉം എല്ലാം കൂടിയിട്ട് കഅബാലയത്തിൻ്റെ പൊക്കം 18 മുഴമായിട്ടങ്ങ് ഉയർന്നു. വറഫഉ ബാബഹാ മിനൽ അർളി, എന്നിട്ട് ഭൂമിയിലായിരുന്നു ആദ്യം കഅബാലയത്തിൻ്റെ ഡോറ്. ആ ഡോറിനെ ഭൂമിയിൽ നിന്ന് അവരങ്ങ് പൊക്കി വെച്ചു. ഹത്താ ലാ യസ്അദ ഇലൈഹാ ഇല്ലാ ഫീ ദറജ്, ഭൂമിയിൽ നിന്ന് ഡോറങ്ങ് പൊക്കിയൂടെ കഅബാലയത്തിലേക്ക് കയറുന്ന ആളുകൾക്ക് കയറി ചെല്ലാൻ കോണിയുടെ ആവശ്യം വന്നു. അങ്ങനെ കോണി വെച്ചിട്ടേ കഅബാലയത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ, കഅബാലയത്തിൻ്റെ ഡോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അന്നലക്ക് കഅബാലയത്തിൻ്റെ പടവ്, അതിൻ്റെ തൂണുകളെ അവർ 18 മുഴമായിട്ട് ഉയർത്തി. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. കഅബാലയത്തിൻ്റെ ഡോറിലേക്ക് കയറുന്നുണ്ടെങ്കിൽ
ഒരു ചെറിയ കോണിയോ മറ്റോ വെക്കണം. അല്ലാതെ നേരിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലും പോലെ കാലെടുത്ത് വെച്ച് കാബാലയത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അത് ഖുറൈശികൾ 18 മുഴം ഉയർത്തിയത് കൊണ്ടാണ്. ഇൻഷാ അള്ളാഹ് അവിടെ ചെറിയ ഒരു ഷോട്ട് വരുന്നുണ്ട്. അതായത് അവർ പിരിച്ച പൈസ എല്ലാം കൂടി കാബാലയത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് എനിക്ക് മതിയാവുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു എന്നത് ഇൻഷാ അള്ളാഹ് നമുക്ക് തുടർ ക്ലാസ്സിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.